ഭാരതീയനായ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യം ജൂൺ 8-ന് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6:41-നാണ് വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് 29-ന് നിശ്ചയിച്ച വിക്ഷേപണമാണ് ജൂൺ 8-ലേക്ക് മാറ്റിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള യാത്രാ ദൗത്യമാണ് ആക്സിയം 4. വിവരം നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഈ മാസം 29-ാം തീയതി നടത്താനിരുന്ന ആ യാത്ര അതിൻ്റെ സമയം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ജൂൺ 8-ലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും മെയിൽ 29-ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന യാത്ര ജൂൺ 8-ലേക്ക് മാറ്റിയതായാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ജൂൺ 8-ന് വൈകുന്നേരം 6:31 ഇന്ത്യൻ സമയം 6:31-നായിരിക്കും വിക്ഷേപണം നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തമുള്ള ഒരു ദൗത്യത്തിൽ ഭാരതീയനായ ശുഭാംശു ശുക്ല നേതൃത്വം നൽകുന്ന ആദ്യ സ്പേസ് ഫ്ലൈറ്റ് കൂടിയാണിത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് 1984-ലെ രാകേഷ് ശർമ്മ എന്ന ഭാരതീയന്റെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരു ഭാരതത്തിൽ ജനിച്ച ഒരു വ്യക്തി കൃത്യമായും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ഒരു യാത്രയാണിത്. അത് ജൂൺ 8-ന് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശാലങ്ങളായ ഗവേഷണങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ സ്വാഭാവികമായും നേരത്തെ നമ്മൾ കണ്ടതുപോലെ സുനിത വില്യംസ് ഒക്കെ സഞ്ചരിച്ച പോലുള്ള ഒരു യാത്രാ സംവിധാനം തന്നെയാണ് ഇതിലും ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണിത്. കാരണം നമ്മളുടേതായ, അതായത് ഭാരതത്തിൻ്റെതായ ബഹിരാകാശ യാത്രാ സംവിധാനങ്ങൾ നടപ്പാകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയായാണ് ഭാരതത്തിന്റെ ഒരു ബഹിരാകാശ യാത്രികൻ ഇപ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ ആകുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു ദൗത്യം ഏറ്റവും നിർണായകവും ഏറെ പ്രായോഗികവും അതുപോലെ തന്നെ അഭിമാനകരവുമാണ് ഭാരതത്തിനും. ജൂൺ 8-ന് ഈ ആക്സിയം ദൗത്യം യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ. ശരി ഐസൻ, ഭാരതീയനായ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൗത്യം ജൂൺ 8-ന് കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 6:41-നാണ് വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.